السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 59-ാം അധ്യായം സൂറത്തുൽ ഹശറിലെ 1 മുതൽ 3 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ദർസിൽ നാം പഠിച്ചു മനസ്സിലാക്കിയത്. അൽഹംദുലില്ലാഹ്. ബനൂ നളീറിലെ യഹൂദന്മാരെ അവരുടെ കോട്ടകളിൽ നിന്ന് തുരത്തിയതിനെ സംബന്ധിച്ചും അത്തരത്തിലുള്ള ഒരു നാടുകടത്തൽ അവരുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ ലോകത്ത് വെച്ച് തന്നെ അള്ളാഹു അവരെ കഠിനമായി ശിക്ഷിക്കുമായിരുന്നു. എന്നാൽ അള്ളാഹു ഇവിടെ അവർക്ക് നാടുകടത്തലും പരലോകത്ത് വേദനയേറിയ ശിക്ഷയും അവർക്ക് ഒരുക്കി വച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല 3-ാമത്തെ ആയത്തിൽ പറയുകയാണ്. ബനൂ നളീർ ഗോത്രത്തിലെ യഹൂദരെ അവിടെ നിന്ന് പുറത്താക്കാനുണ്ടായ കാരണങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായി കഴിഞ്ഞ ക്ലാസ്സിൽ നാം സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ذلك بأنهم شاقوا الله ورسوله ومن يشاق الله فإن الله شديد العقاب. ما قطعتم من لينة أو تركتموها قائمة على أصولها فبإذن الله وليخزي الفاسقين. وما أفاء الله على رسوله منهم فما أوجفتم عليه من خيل ولا ركاب ولكن الله يسلط رسله على من يشاء والله على كل شيء قدير. ما أفاء الله على رسوله من أهل القرى فلله وللرسول ولذي القربى واليتامى والمساكين وابن السبيل
والمساكين وابن السبيل كي لا يكون دولة بين الأغنياء منكم وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا واتقوا الله إن الله شديد العقاب. ബനൂ നദീർ ഗോത്രത്തെ അവിടെ നിന്ന് പുറത്താക്കാനുള്ള കാരണങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതിനെ സംബന്ധിച്ച് മൊത്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 4-ാമത്തെ ആയത്തിൽ പറയുന്നത് ദാലിക, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അത് ബി അന്നഹും, നിശ്ചയമായും അവർ ഷാഖുല്ലാഹ വ റസൂലഹ്, അള്ളാഹുവിനോടും റസൂലിനോടും എതിര് പ്രവർത്തിച്ചു. ഷാഖ യുഷാഖു മുഷാഖതൻ, എതിര് നിൽക്കുക, ശത്രുവായി നിൽക്കുക. അപ്പോൾ ദാലിക ബി അന്നഹും, നിശ്ചയമായും അവർ ഷാഖുല്ലാഹ വ റസൂലഹ്, അള്ളാഹുവിനോടും റസൂലിനോടും എതിര് നിന്നു, എതിര് പ്രവർത്തിച്ചു. വമൻ യുശാഖില്ലാഹ്, ആരാണോ അള്ളാഹുവിനോട് എതിര് നിൽക്കുന്നത്, ഫഇന്നല്ലാഹ, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഷദീദുൽ ഇഖാബ്, ഷദീദുൻ കഠിനമായിട്ടുള്ളവനാണ്, അൽ ഇഖാബി ശിക്ഷാ നടപടി സ്വീകരിക്കുന്നവൻ, അഥവാ കഠിനമായ ശിക്ഷാ നടപടി സ്വീകരിക്കുന്നവനാകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇഖാബ് എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കുക. അപ്പോൾ അള്ളാഹുവിനോടും റസൂലിനോടും ശത്രുത പ്രഖ്യാപിക്കുന്നവർക്ക് കഠിനമായ ശിക്ഷയുണ്ടാകും. സൂറത്തു നിസാഇൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. സത്യം വ്യക്തമായിട്ടും പ്രവാചകനെതിരിൽ ആരെങ്കിലും പ്രവർത്തിക്കുകയും സത്യവിശ്വാസികളുടേതല്ലാത്ത വഴി സ്വീകരിക്കുകയും ചെയ്താൽ അവർ തിരിഞ്ഞിടത്തേക്ക് അള്ളാഹു അവരെ തിരിച്ചുവിടുകയും നരകത്തിൽ അവരെ അള്ളാഹു എരിക്കുന്നതുമാണ്. അപ്പോൾ ഇത് ഭൗതിക വിഷയത്തിലുള്ള എതിർപ്പ് മാത്രമല്ല ഇതുകൊണ്ടുള്ള ഉദ്ദേശം. അഥവാ ഒരു രാഷ്ട്രത്തിന് പ്രശ്നമുണ്ടാക്കുന്ന നീക്കങ്ങൾ, പ്രവാചകനെതിരിലുള്ള ഗൂഢാലോചനകൾ, പ്രവാചകനെ കൊല്ലാനുള്ള പദ്ധതികൾ, മുസ്ലിമീങ്ങളെ മദീനയിൽ നിന്ന് പുറത്താക്കാനുള്ള പദ്ധതി, ഈ രൂപത്തിലുള്ള ഭൗതികമായ എതിർപ്പ് മാത്രമല്ല ഉദ്ദേശം. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ആശയങ്ങൾക്ക് വിരുദ്ധമായി അതിനെ എതിർത്ത് നിൽക്കലും ഇതിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അതാണ് വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, സന്മാർഗം വ്യക്തമാക്കപ്പെട്ടതിന് ശേഷവും പ്രവാചകന് എതിര് നിന്നാൽ, വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനുകളുടേതല്ലാത്ത വഴി സ്വീകരിച്ചാൽ, അഥവാ സന്മാർഗം വ്യക്തമായാൽ അതിനെ ഇത്തിബാഇ ചെയ്യലാണ് മുസ്ലിമീങ്ങളുടെ വഴി, അതിനെ നിരാകരിക്കലാണ് മുസ്ലിമീങ്ങളല്ലാത്തവരുടെ വഴി. അത്തരമൊരു രീതി മുസ്ലിമീങ്ങളിൽ നിന്നും ഉണ്ടാവരുത്. അഥവാ ഖുർആനിലും ഹദീസിലും ഒരു കാര്യം സ്ഥിരപ്പെട്ടാൽ, അള്ളാഹുവും റസൂലും ഒരു കാര്യം പഠിപ്പിച്ചു എന്ന് സ്ഥിരപ്പെട്ടാൽ പിന്നെ അതിനെതിര് പ്രവർത്തിക്കരുത്. അപ്പോൾ ഇത് ഭൗതിക വിഷയത്തിൽ മാത്രമല്ല മതവിഷയത്തിലും അള്ളാഹുവിനും റസൂലിനും എതിര് നിൽക്കരുത്. അങ്ങനെ നിന്നാൽ ഒന്നെങ്കിൽ ഈ ലോകത്ത് വെച്ച് തന്നെ അല്ലെങ്കിൽ പരലോകത്ത് എന്തായാലും അവർ ശിക്ഷിക്കപ്പെടും. സൂറത്തുൻ നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഫലിയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. നബിയുടെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കുന്നവർ അവരെ ഫിത്ന ബാധിക്കുന്നതും വേദനയേറിയ ശിക്ഷ അവർക്ക് ലഭിക്കുന്നതിനെയും കാത്തിരുന്നു കൊള്ളട്ടെ, ഭയപ്പെട്ടു കൊള്ളട്ടെ. അപ്പോൾ ഖുർആനിനും സുന്നത്തിനും എതിര് നിൽക്കൽ അള്ളാഹുവിനും റസൂലിനും എതിര് നിൽക്കലാണ്. അതും ഉണ്ടാകാൻ പാടില്ല. ദാലിക ബിഅന്നഹും ഷാഖുല്ലാഹ വറസൂലഹു. പിന്നീട് പറഞ്ഞു വമൻ യുശാഖില്ലാഹ, ആരാണോ അള്ളാഹുവിനോട് എതിര് നിൽക്കുന്നത്, അവിടെ വറസൂലഹു എന്ന് പറഞ്ഞില്ല.
എന്തുകൊണ്ട്? ആത്യന്തികമായി പ്രവാചകന്മാരോടും വേദഗ്രന്ഥങ്ങളോടും കാണിക്കുന്ന ധിക്കാരം അത് അള്ളാഹുവിനോടുള്ള ധിക്കാരമാണ്. കാരണം വേദഗ്രന്ഥങ്ങൾ അയക്കുന്നത് അള്ളാഹുവാണ്, പ്രവാചകന്മാരെ നിയോഗിക്കുന്നതും അള്ളാഹുവാണ്. അതുകൊണ്ട് പ്രവാചകന്മാരെ ധിക്കരിക്കൽ, വേദഗ്രന്ഥങ്ങളെ ധിക്കരിക്കൽ, യഥാർത്ഥത്തിൽ അത് ചെന്നു ചേരുന്നത് അള്ളാഹുവിലേക്കാണ്. അനുസരണവും അങ്ങനെ തന്നെ. വമൻ യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്. റസൂലിനെ അനുസരിക്കുന്നവർ അള്ളാഹുവിനെ അനുസരിച്ചിരിക്കുന്നു. അപ്പോൾ റസൂലിനോട് അനുസരണക്കേട് കാണിക്കുന്നവർ അള്ളാഹുവിനോടാണ് അനുസരണക്കേട് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകനോട് എതിര് നിൽക്കൽ, സുന്നത്തിനോട് എതിര് നിൽക്കൽ സത്യത്തിൽ അള്ളാഹുവിനോട് എതിര് നിൽക്കലാണ്. ഒരാളൊരു സുന്നത്തിനെ കളിയാക്കൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കളിയാക്കലാണ്. കാരണം ആ സുന്നത്തായ കാര്യം വഹയിലൂടെ നബിയെ അറിയിച്ചതാരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പോൾ ഒരാൾ ഒരു ഹദീസിനെ നിഷേധിക്കുകയോ അതിനെ പരിഹസിക്കുകയോ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അവർ പരിഹസിക്കുന്നത് അള്ളാഹുവിനെയാണ്, അള്ളാഹു നിശ്ചയിച്ച അഹ്കാമുകളെയാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് ലഭിച്ച ഒരു വാർത്തയെയാണ്. അതേപോലെ തന്നെയാണ് ഖുർആനിൻ്റെ കാര്യവും. അപ്പോൾ ഏതൊരാൾ ഖുർആനിനെയും സുന്നത്തിനെയും പരിഹസിക്കുന്നുവോ അല്ലെങ്കിൽ അതിനെതിരെ നിൽക്കുന്നുവോ അവർ അള്ളാഹുവിനോടാണ് എതിര് നിൽക്കുന്നത്, അവർ അള്ളാഹുവിനോടാണ് ശത്രുത പ്രഖ്യാപിക്കുന്നത്. വമൻ യുശാഖില്ലാഹ്, ആരാണോ അള്ളാഹുവിനോട് എതിര് നിൽക്കുന്നത്, ഫഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അള്ളാഹു സുബ്ഹാനഹു വ തആല കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു. ശേഷം 5-ാമത്തെ ആയത്തിൽ പറഞ്ഞു മാ ഖതഅതും മിൻ ലീനത്തിൻ. ഖതഅ എന്ന് പറഞ്ഞാൽ മുറിച്ചു കളയുക. ഖതഅ യഖതഉ ഖതഅൻ, മുറിച്ചു കളയൽ. മാ ഖതഅതും, യാതൊന്ന് നിങ്ങൾ മുറിച്ചു കളഞ്ഞിട്ടുണ്ടോ, മിൻ ലീനത്തിൻ, ഈത്തപ്പനയിൽ നിന്ന്, ഈന്തപ്പനയിൽ നിന്ന്, ഈത്തപ്പഴ മരത്തിൽ നിന്ന്, അല്ലെങ്കിൽ നഖ്ലയിൽ നിന്ന്. ഇവിടെ ലീനത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ധാരാളം മുഫസ്സിരിങ്ങൾ പറയുന്നത് അജുവയല്ലാത്ത മറ്റ് എല്ലാ ഈത്തപ്പനകളും, അജുവയല്ലാത്ത മറ്റു എല്ലാ ഈത്തപ്പനകൾക്കുമാണ് ലീനത്ത് എന്ന് പറയുന്നത്. എന്നാൽ മറ്റു മുഫസ്സിരിങ്ങളും ഭാഷാ പണ്ഡിതന്മാരും പറഞ്ഞു ലീനത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ ഇനം ഈത്തപ്പനകളും അതിൽ ഉൾപ്പെടും, അജുവ ഉൾപ്പെടെ. ഇത് ലൗനിൽ നിന്ന് വന്നാണ്, ലൗനുൻ ജം അൽവാൻ, അതിൻ്റെ മറ്റൊരു വേർഡാണ് ലീന എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ഇനങ്ങളായ ഈത്തപ്പനയുടെ വ്യത്യസ്ത ഇനങ്ങളിൽ നിന്ന് നിങ്ങൾ മുറിച്ച് കളഞ്ഞത്. അജുവ ഇല്ലാത്തതെന്നും അജുവ ഉൾപ്പെടെ എന്നും അർത്ഥമുണ്ട്. അജുവ ഉൾപ്പെടെ എന്നുള്ളതാണ് കൂടുതൽ ശരിയായത്. അല്ലാഹു തബാറക വ തആല ആലം. അപ്പോൾ മാ ഖതഅതും മിൻ ലീനത്തിൻ, വ്യത്യസ്ത തരം ഈത്തപ്പനകളിൽ നിന്ന് നിങ്ങൾ മുറിച്ച് കളഞ്ഞത്. ബനൂ നളീർ ഗോത്രത്തിൻ്റെ പരിസരത്തുണ്ടായിരുന്ന, അവരുടെ കോട്ടയുടെ പരിസരത്തുണ്ടായിരുന്ന, ഔ അല്ലെങ്കിൽ തറക്തുമൂഹ ഖായിമതൻ, തറക ഉപേക്ഷിക്കുക, മുറിക്കാതെ വിട്ടേക്കുക, തറക യത്റുക്കു തറക്കൻ, ഔ തറക്തുമൂഹ ഖായിമതൻ അലാ ഉസൂലിഹ, അസ്ലിൻ്റെ ജംആണ് ഉസൂൽ, വേരുകളിൽ, അതിൻ്റെ മരത്തടികളിൽ അങ്ങനെ തന്നെ നിങ്ങൾ വിട്ടേച്ചത് എന്ന് പറഞ്ഞാൽ മുറിക്കാതെ വിട്ടേച്ചത്. അതിൻ്റെ അസ്ലിൽ തന്നെ നിങ്ങളതിനെ വിട്ടേച്ചു, നിങ്ങളതിനെ മുറിച്ച് കളഞ്ഞില്ല. അപ്പോൾ കുറേ ഈത്തപ്പനകൾ മുറിച്ചു, കുറേ ഈത്തപ്പനകൾ മുറിച്ചില്ല. ഇങ്ങനെ നിങ്ങൾ ചെയ്തത് ഫബിഇദ്നില്ലാഹ്, അത് അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി ചെയ്തതാണ്. ഇതിനെന്ന് പറഞ്ഞാൽ അനുമതി. ഫബിഇദ്നില്ലാഹ്, അത് നിങ്ങൾ ചെയ്തത് അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടിയാണ്. മാത്രമല്ല വലിയുഖ്സിയൽ ഫാസിഖീൻ, ഫാസിഖീങ്ങൾ, ഫിസ്ഖ് ചെയ്യുന്ന ആളുകൾക്കാണ് ഫാസിഖ് എന്ന് പറയുക. അധർമ്മകാരികൾ, തോന്നിവാസികൾ, തോന്നിവാസികളെ അള്ളാഹു അപമാനിക്കാൻ വേണ്ടി ചെയ്തതാണ്. അഖ്സ യുഖ്സി ഇഖ്സാഅൻ, അപമാനിക്കുക, ഖിസി നൽകുക, അതിനാണ് അഖ്സ എന്ന് പറയുക. വലിയുഖ്സിയൽ ഫാസിഖീൻ, അധർമ്മകാരികളെ അപമാനിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ പെർമിഷനോടുകൂടിയാണ് നിങ്ങൾ ഈത്തപ്പനകൾ മുറിച്ചതും ചിലത് മുറിക്കാതെ ഉപേക്ഷിച്ചതും. എന്ന് പറഞ്ഞാൽ യുദ്ധസന്ദർഭങ്ങളിൽ ചില വിഷയങ്ങളിൽ ഇളവുണ്ട്. എന്തിനാണത്? ശത്രുക്കളെ തോൽപ്പിക്കാനും അവരെ കൊണ്ട് പരാജയം സമ്മതിപ്പിക്കുവാനും വേണ്ടി ചില യുദ്ധതന്ത്രങ്ങളുടെ ഭാഗമായി ചിലത് ചെയ്യും. അതിൽപ്പെട്ടതായിരുന്നു
അവർക്ക് ഭീതി ഉണ്ടാക്കുന്ന രൂപത്തിൽ. അവിടെ ഒരു യുദ്ധം നടന്നിട്ടില്ല, ജനങ്ങളുമായി ഏറ്റുമുട്ടിയിട്ടില്ല, ഒരു സൈന്യവുമായി ഏറ്റുമുട്ടിയിട്ടില്ല, ജസ്റ്റ് ഉപരോധിച്ചു. പക്ഷേ അവർക്ക് തോന്നി അവരുടെ കൈകളിൽ വലിയ ആയുധങ്ങളുണ്ട്, വലിയ കോട്ടകളുണ്ട്, അവരൊന്നും ചെയ്യാൻ പറ്റില്ല എന്നവർക്ക് തോന്നി. പക്ഷേ അള്ളാഹു അവരെ തുരത്തിയത് എങ്ങനെയാണ്? ഒരു പ്രത്യേക പേടി ഇട്ട് കൊടുത്തതാണ്. നമ്മളത് വിശദീകരിച്ചു. അവരുടെ മനസ്സിലൊരു ഭീതി ഇട്ട് കൊടുത്തു, തങ്ങളുടെ നിലനിൽപ്പ് അവസാനിക്കാൻ പോകുന്നു എന്നൊരു പേടി. അങ്ങനെയാണ് അവർ കോട്ട ഉപേക്ഷിക്കുന്നത്. ആ പേടിയുടെ ആക്കം കൂട്ടാൻ വേണ്ടി ചെയ്ത, അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി ചെയ്ത കാര്യമാണെന്ത്? അവരുടെ നിലനിൽപ്പിന് ആധാരമായ ഈത്തപ്പനകളിൽ ചിലതെന്ത് ചെയ്യുക? മുറിച്ച് കളയുക. അപ്പോൾ അവർക്ക് പേടി വർദ്ധിക്കും. അതിനു വേണ്ടിയാണ് അത് ചെയ്തത്. മുച്ചൂടും നശിപ്പിക്കൽ ഉദ്ദേശമല്ല, അവരെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. അതുകൊണ്ടാണ് എല്ലാം മുറിക്കാൻ പറഞ്ഞില്ല. മുറിക്കാൻ വേണ്ടിയായിരുന്നെങ്കിൽ, ഫസാദായിരുന്നെങ്കിൽ എല്ലാം മുറിച്ച് കളയാൻ പറയുമായിരുന്നു. പക്ഷേ എല്ലാം മുറിച്ച് കളഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഔ തറക്തുമൂഹ ഖായിമത്തൻ അലാ ഉസൂലിഹ, അതിൻ്റെ വേരിൽ ചിലതിനെ നിങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുന്നതായി വിട്ടേച്ചു, മുറിച്ച് കളയാതെ വിട്ടേച്ചു. അപ്പോൾ കുറച്ച് മുറിച്ചു, കുറച്ച് മുറിച്ചില്ല. എന്തിനാണത്? അവരെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. അതാണ് ഫബി ഇതിനില്ല, അത് അല്ലാഹുവിൻ്റെ അനുമതിയോടുകൂടിയാണ്. അത് പ്രത്യേകം പറയാനുള്ള കാരണം, ഈത്തപ്പന മുറിക്കുന്ന സന്ദർഭത്തിൽ യഹൂദന്മാർ വിളിച്ചു പറയാണ് കോട്ടയുടെ ഉള്ളിന്ന്, അവരും അവരുടെ നേതാക്കളും, ഓ മുഹമ്മദ്, താങ്കൾ ഭൂമിയിൽ ഫസാദ് പാടില്ല എന്ന് പറയുന്നു. യുദ്ധസന്ദർഭങ്ങളിൽ മരങ്ങൾ മുറിക്കരുത്, കുട്ടികളെ കൊല്ലരുത്, സ്ത്രീകളെ ഉപദ്രവിക്കരുത് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നിർദ്ദേശിച്ചതാണ്. അപ്പോൾ മരങ്ങൾ മുറിക്കരുത്, അങ്ങനെ ചെയ്യരുത്, ഫസാദ് ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ അതേ താങ്കൾ ഈത്തപ്പന മുറിക്കുന്നത് ശരിയായില്ല എന്നവർ വിളിച്ചു പറഞ്ഞു. അതിനുള്ള മറുപടിയാണത്. ആ ഹുക്മ് നൽകിയ അതേ റബ്ബാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു പ്രത്യേക അവസരത്തിൽ ഇത് മുറിക്കാൻ കൽപ്പിച്ചത് എന്നവർക്ക് പറഞ്ഞു കൊടുക്കുക. രണ്ടാമത്തത്, മുസ്ലിമീങ്ങളിൽ തന്നെ അവർ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചിലർക്കെങ്കിലും തോന്നി, അവർക്ക് കൂടിയുള്ള റദ്ദാണത്. ഫബി ഇതിനില്ല, റബ്ബിൻ്റെ പെർമിഷൻ അനുസരിച്ചാണ്. വേറെ ചില മുസ്ലിമീങ്ങൾ പറഞ്ഞു, ഏതായാലും മുറിക്കല്ലേ, മൊത്തത്തിൽ മുറിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹു പറഞ്ഞു, അല്ല, എല്ലാം മുറിക്കാൻ ഓർഡറില്ല, ചിലത് മുറിക്കണം, ചിലത് മുറിക്കരുത്. വേറെ ചില മുസ്ലിമീങ്ങൾ പറഞ്ഞു, ഒന്നും മുറിക്കണ്ട, കാരണം ഇത് നമുക്ക് കിട്ടാൻ പോകുന്നല്ലേ, ഇത് മുറിച്ച് നശിപ്പിക്കണ്ട, കാരണം അവരൊഴിഞ്ഞു പോകും, നമുക്ക് കിട്ടും. അവർക്കുമുള്ള മറുപടിയാണ്. അപ്പോൾ മുറിച്ചതും മുറിക്കാതിരുന്നതുമൊക്കെ ഫബി ഇതിനില്ല, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം ഒരു തന്ത്രം എന്നുള്ള നിലക്കാണ്. മാത്രമല്ല വലിയ ഹസി അൽ ഫാസിഖി, ആ ഫാസിഖിങ്ങളെ അപമാനിക്കാൻ വേണ്ടി കൂടിയാണ്. അവർ വലിയ ആളുകളാണ്, അവരെ ഒന്നും ചെയ്യാൻ ആർക്കും കഴിയില്ല എന്നുള്ളത് ആ ധാരണ അവർക്ക് തിരുത്തി കൊടുക്കാൻ വേണ്ടിയാണ്. ഈ നിലക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ഇടപെട്ടത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മാ ഖതഅതും മിൻ ലീനത്തിൻ, ഈത്തപ്പനയുടെ വ്യത്യസ്ത ഇനങ്ങളെ നിങ്ങൾ മുറിച്ചു കളഞ്ഞത്, അല്ലെങ്കിൽ ഔ തറക്തുമൂഹ ഖായിമത്തൻ അലാ ഉസൂലിഹ, അതിൻ്റെ വേരുകളിൽ അതിനെ നിങ്ങൾ മുറിക്കാതെ വിട്ടേച്ചതൊക്കെ തന്നെ ഫബി ഇതിനില്ല, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമാണ്. വലിയുഹ്സി അൽ ഫാസിഖീൻ, ഫാസിഖീങ്ങൾ അപമാനപ്പെടുത്താൻ. അതുകൊണ്ട് തന്നെ പ്രവാചകനിൽ നിന്ന് അത്തരം കാര്യങ്ങൾ ഉണ്ടാവുന്നതെല്ലാം തന്നെ വഹീൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ആ പ്രവാചകന് എതിര് നിൽക്കരുത്. മുസ്ലിമീങ്ങളിലും ചിലർ എന്തിനാണ് അങ്ങനെ ചെയ്തത്, എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചിന്തിക്കരുത്. ഹുദൈബിയ സന്ധി പോലെ, ഹുദൈബിയ സന്ധിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില തീരുമാനങ്ങൾ പ്രഗത്ഭരായ പല സ്വഹാബികൾക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റാത്തതായിരുന്നു. പക്ഷേ അതൊക്കെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നതാണ്. പിന്നീട് അതായിരുന്നു ശരിയെന്ന് പിന്നീട് എല്ലാ സ്വഹാബികൾക്കും ബോധ്യപ്പെട്ടു. അത് മഹത്തായ വിജയമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ പ്രവാചകൻ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെതിര് നിൽക്കേണ്ടതില്ല. അത് വഹീൻ്റെ ഫബി ഇതിനില്ല, പടച്ചിറപ്പിൻ്റെ പെർമിഷൻ അനുസരിച്ചാണ് പ്രവാചകൻ എന്തും പറയുന്നതും പ്രവർത്തിക്കുന്നതും. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിലുള്ള യുക്തിക്കോ ബുദ്ധിക്കോ നിരക്കുന്നില്ല എന്ന പേര് പറഞ്ഞുകൊണ്ട് അതിനെതിര് നിൽക്കരുത്. അതുകൊണ്ടാണ് ആദ്യത്തെ ആയത്തിൽ ദാലിക ബിഅന്നഹും ഷാഖുല്ലാഹ വറസൂലഹു വമൻ യുശാഖില്ലാഹ ഫഇന്നല്ലാഹ ശദീദുൽ ഇഖാബ് എന്ന് പറഞ്ഞിട്ട് ഈ വിഷയം പറഞ്ഞത്. അത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിര് നിൽക്കരുത്. എന്തിനാണ് അങ്ങനെ മുറിക്കുന്നത്? റസൂലുള്ളാഹി അങ്ങനെ മുറിച്ചിട്ടുണ്ടെങ്കിൽ, മുറിക്കാൻ സ്വഹാബത്തിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ പെർമിഷൻ പ്രകാരമാണ്. കാരണം അതേ പ്രവാചകനാണ്
മൊത്തത്തിലുള്ള നിർദ്ദേശത്തിൽ എന്ത് പറഞ്ഞിട്ടുള്ളത്? യുദ്ധത്തിന് വേണ്ടി സൈന്യം പുറപ്പെട്ടു പോകുമ്പോൾ പരിസരങ്ങളിൽ കാണുന്ന മരങ്ങളൊക്കെ മുറിച്ച് കളയുക, ഫസാദ് ഉണ്ടാക്കുക, കുട്ടികളെ കാണുമ്പോൾ കുട്ടികളെ കൊന്നു കളയുക, സ്ത്രീകളെ കാണുമ്പോൾ സ്ത്രീകളെ കൊന്നു കളയുക. ആ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. ഒരു സൈന്യം പുറപ്പെട്ടാൽ മുഴുവൻ നാശം വിതച്ചിട്ടാണ് അവർ പോവുക. ഒരു നിയമവും നീതിയും അവർക്കുണ്ടായിരുന്നില്ല. എന്നാൽ ഇസ്ലാമിൻ്റെ സൈനിക പുറപ്പാട് അങ്ങനെ ആയിരിക്കരുത് എന്നും ആർക്കും ഉപദ്രവമേൽപ്പിക്കാതെ യുദ്ധമുഖത്ത് ശത്രുവിനെ മാത്രം നേരിടുക, യുദ്ധമുഖത്ത് ശത്രുവിനെ മാത്രം നേരിടുക, അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന നിയതമായ നിയമം ശക്തമായി കൊണ്ടുവന്നത് ഇസ്ലാമാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലൊന്നും തർക്കമില്ല എന്ന് മനസ്സിലാക്കുക. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ അഫാ അല്ലാഹു അലാ റസൂലിഹി മിൻഹും. വമാ അഫാ അല്ലാഹ്, അഫാ യുഫീഉ ഇഫാ. അഫാ എന്ന് പറഞ്ഞാൽ മടക്കുക, മടക്കി നൽകുക, അല്ലെങ്കിൽ ഫൈ ആയി നൽകുക. ഫൈ എന്ന് പറഞ്ഞാൽ ഫൈ നൽകുന്നതിനാണ് അഫാ എന്ന് പറയാം. ഫൈ എന്ന് പറഞ്ഞാൽ അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ ഫൽ ഫൈഉ ഫകുല്ലു മാലിൻ ഉഖിദ മിനൽ കുഫാരി ബിഗൈരി ഖിതാലിൻ വലാ ഈജാഫി ഖൈലിൻ വലാ റികാബിൻ കഅംവാലി ബനി അന്നദീരി ഹാദിഹി. ഫൈ എന്ന് പറഞ്ഞാൽ എല്ലാ ധനവും ആരിൽ നിന്ന് പിടിച്ചെടുത്തത്? മിനൽ കുഫാർ, സത്യനിഷേധികളിൽ നിന്ന്. എങ്ങനെ? ബിഗൈരി ഖിതാലിൻ, ഒരു യുദ്ധമില്ലാതെ, വല ഈജാഫി ഖൈലിൻ വല റികാബിൻ, ഒരു കുതിരപ്പടയോ ഒട്ടകപ്പടയെയോ നിരത്താതെ. എന്ന് പറഞ്ഞാൽ വലിയൊരു യാത്ര ചെയ്യുകയോ കുതിരപ്പടയെയോ ഒട്ടകപ്പടയെയോ ഒന്നും നിരത്താതെ, കാലാൾപ്പടയെ നിരത്താതെ, യുദ്ധമില്ലാതെ സ്വയം വിട്ടേച്ചു പോകുന്ന ശത്രുക്കളുടെ സ്വത്തിനാണ് എന്ത് പറയുക? ഫൈ എന്ന് പറയാം. ഗനീമത്ത് എന്നാലും യുദ്ധാർജിത സ്വത്ത് തന്നെയാണ്. പക്ഷേ ഗനീമത്തും ഫൈഉം തമ്മിലുള്ള വ്യത്യാസം, ഗനീമത്ത് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിലൂടെ നേടിയെടുക്കുന്നതാണ്. അവിടെ യുദ്ധം നടക്കും, സൈന്യങ്ങൾ ഒരുക്കും, കുതിരപ്പട ഉണ്ടാകും, കാലാൾപ്പടയുണ്ടാകും, ഒട്ടകമോ അതുപോലുള്ള മൃഗങ്ങളൊക്കെ ഉണ്ടാകും. ഇങ്ങനെ ഒരു സൈന്യത്തെ നിരത്തി യുദ്ധം ചെയ്തിട്ട് കിട്ടുന്ന ധനത്തിനാണ് ഗനീമത്ത് എന്ന് പറയാം. ഗനീമത്ത് വിതരണം ചെയ്യുന്നതും ഫൈ വിതരണം ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. കാരണം അത് രണ്ടും ലഭിക്കുന്ന വഴി വ്യത്യാസമുള്ളതുപോലെ തന്നെ അതിൻ്റെ വിതരണത്തിലും എന്തുണ്ട്? വ്യത്യാസമുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇവിടെ അള്ളാഹു കൊടുത്ത ഈ ഫൈ, വമാ അഫാ അല്ലാഹു അലാ റസൂലിഹി മിൻഹും, അവരിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അള്ളാഹു റിട്ടേൺ ചെയ്ത, അള്ളാഹു റദ്ദ് ചെയ്ത ആ ഫൈ സ്വത്ത്, ഫമാ ഔജഫ്തും അലൈഹി മിൻ ഖൈലിൻ വലാ റികാബ്. ഫമാ ഔജഫ്തും, നിങ്ങൾ ഓട്ടിച്ചിട്ടില്ല. ഔജഫ യൂജിഫു ഈജാഫൻ. ഔജഫ എന്ന് പറഞ്ഞാൽ കുതിരയുടെ പുറത്ത് കയറിയോ ഒട്ടകപ്പുറത്ത് കയറിയോ ശക്തമായി സഞ്ചരിക്കുന്നതിനാണ് ഔജഫ എന്ന് പറയുന്നത്. ഒട്ടകപ്പുറത്ത് കയറി കുതിരപ്പുറത്ത് കയറി അതിനെ ശക്തമായി ഓട്ടിക്കുക, സ്പീഡിൽ ഓടിക്കുക, അതിനാണ് ഔജഫ എന്ന് പറയുക. ഫമാ ഔജഫ്തും, നിങ്ങളാരും ഒരു കുതിരപ്പടയെ നയിച്ചിട്ടില്ല, ഒരു ഒട്ടകപ്പടയെയും നയിച്ചിട്ടില്ല. ഖൈൽ എന്ന് പറഞ്ഞാൽ കുതിര, റിക്കാബ് എന്ന് പറഞ്ഞാൽ ഒട്ടകം. റക്കബിൻ്റെ ജംആണ് റിക്കാബ്, ഔ റക്ബ്, റിക്കാബ്. മർക്കബ് അഥവാ വാഹനം അഥവാ ഒട്ടകമാണ് ഉദ്ദേശം. അപ്പോൾ ഇബലിൽ നിന്ന്, ഒട്ടകത്തിൽ നിന്ന് നിങ്ങൾ ഓട്ടിച്ചിട്ടില്ല, കുതിരയിൽ നിന്നും നിങ്ങൾ ഓടിച്ചിട്ടില്ല. അതൊന്നുമില്ലാതെ കിട്ടിയതാണ്. വലാകിന്നല്ലാഹ, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല യുസല്ലിതു റുസുലഹു, യുസല്ലിതു അല്ലാഹു അധികാരപ്പെടുത്തുന്നു. വലാകിന്നല്ലാഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല യുസല്ലിതു, സല്ലത യുസല്ലിതു തസ്ലീത. സല്ലത എന്ന് പറഞ്ഞാൽ അധികാരപ്പെടുത്തുക, അധീനപ്പെടുത്തുക, ഒരു വിഭാഗത്തിൻ്റെ മേൽ അധീശത്വം ഉണ്ടാക്കി കൊടുക്കുക. വലാകിന്നല്ലാഹ യുസല്ലിതു റുസുലഹു, അള്ളാഹു അവൻ്റെ റസൂലുകൾക്ക് ചിലരെ അധീനപ്പെടുത്തി കൊടുക്കുന്നു, യുദ്ധമൊന്നുമില്ലാതെ തന്നെ. അലാ മൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവരുടെ മേൽ അള്ളാഹു അവൻ്റെ പ്രവാചകന്മാരെ അധീശപ്പെടുത്തി കൊടുക്കുന്നു, അധീനപ്പെടുത്തി കൊടുക്കുന്നു. വല്ലാഹു, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു, എല്ലാ കാര്യത്തിനും
കഴിവുള്ളവനാകുന്നു. അപ്പോൾ ഇവിടെ ഫൈ സ്വത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയതാണത്. അതുകൊണ്ട് തന്നെ ഇവിടെ അലാ റസൂലിഹി, റസൂലുള്ളാക്ക് കൊടുത്തു എന്നാണ് പറഞ്ഞത്. വമാ അഫാ അല്ലാഹു അലാ റസൂലിഹി. അതുകൊണ്ട് തന്നെ അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നു, ഫമാ ഔജഫ്തും അലൈഹി മിൻ ഖൈലിൻ വലാ റികാബിൻ വലാകിൻ അല്ലാഹ യുസല്ലിതു റസൂലഹു അലാ മൻ യശാ ഐ ലം യുഖാതിലുൽ അഅദാ. ശത്രുവിനോട് യുദ്ധമുണ്ടായില്ല. ഫീഹ ബിൽ മുബാറസത്തി വൽ മുസാവല, മുബാറസത്തും ഉണ്ടായിട്ടില്ല, അഥവാ ദ്വന്ദ്വയുദ്ധം ഉണ്ടായിട്ടില്ല, അതുപോലുള്ള യുദ്ധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ബൽ നസല ഉലൈക മിനർ റുഅബി അല്ലദീ അൽഖല്ലാഹു ഫീ ഖുലൂബിഹിം മിൻ ഹൈബത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറിച്ച് അള്ളാഹുവിൻ്റെ റസൂലിനോട് തോന്നിയ ഒരു പേടി കാരണമാണ് അവർ ഒഴിഞ്ഞു പോയത്. യുദ്ധം ഉണ്ടായിട്ടില്ല, പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അഫാഅഹുല്ലാഹു അലാ റസൂലിഹി, അതുകൊണ്ട് തന്നെ റസൂലുള്ളാനെ പേടിച്ചിട്ടാണ് അവർ പോയത്, സൈന്യത്തെ പേടിച്ചിട്ടുമല്ല. കാരണം കുറഞ്ഞ മുസ്ലിമീങ്ങളെ അന്നുള്ളൂ. മാത്രമല്ല ഇത് മദീനക്ക് റസൂൽ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. ഒരു സൈന്യം പുറപ്പെട്ടു പോയിട്ടില്ല ദൂരോട്ട്, തൊട്ടടുത്തുള്ള സ്ഥലം. അവർ കുറച്ചാളുകൾ ഉണ്ടായിരുന്നുള്ളൂ. നബിയോടുള്ള പേടി കൊണ്ടാണ് അവർ പോയത്. അതുകൊണ്ട് തന്നെ ഫൈ സ്വത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്ത മാർക്ക് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. ഗനീമത്ത് സ്വത്താണെങ്കിലോ അതിൽ 1/5 മാത്രമാണ് റസൂലുള്ളാഹ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. ബാക്കി 4 പടയാളികൾക്കിടയിൽ വീതിച്ചു കൊടുക്കണം. കാരണം അവർ യുദ്ധത്തിലേർപ്പെട്ടവരാണ്. അതിൽ കുതിരപ്പടക്ക് കൂടുതലുണ്ട്, കാരണം അത് കൂടുതൽ സമ്പത്ത് ആവശ്യമുള്ളതാണ്. കാലാൾപ്പടക്ക് കുതിരപ്പടക്കുള്ളതിൻ്റെ പകുതിയേ ഉള്ളൂ. അങ്ങനെയൊക്കെയാണ് ഗനീമത്ത് സ്വത്തിൻ്റെ വിഭജനം. എന്നാൽ ഫൈ സ്വത്ത് അഥവാ യുദ്ധമില്ലാതെ ഇങ്ങനെ ലഭിക്കുന്നത് പ്രവാചകന് മാത്രമുള്ളതാണ്. നബിക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ അത് കൈകാര്യം ചെയ്യാം, പ്രവാചകന് ഇഷ്ടമുള്ളവർക്ക് അത് കൊടുക്കാം. അതാണ് അതിൻ്റെ രീതി. അതുകൊണ്ട് തന്നെ വലിഹാദ തസറഫ ഫീഹി കമാ ശാ, പ്രവാചകൻ ഉദ്ദേശിച്ച രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ അള്ളാഹു അധികാരം കൊടുത്തു. ഫറദ്ദഹു അലൽ മുസ്ലിമീന ഫീ വുജൂഹിൽ ബിർരി വൽ മസാലിഹി അല്ലതി ദക്കറഹു അല്ലാഹു അസ്സ വജൽ. അള്ളാഹുവിൻ്റെ റസൂൽ അത് മുസ്ലിമീങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് മുഹാജിറുകൾക്കിടയിൽ, അൻസാറുകൾക്ക് അതിൽ നിന്ന് ഒന്നും നൽകിയിട്ടില്ല. പാവപ്പെട്ട മുഹാജിറുകളായ വീടും ഒന്നുമില്ലാതെ കഴിഞ്ഞിരുന്ന പാവങ്ങൾക്കിടയിൽ അള്ളാഹുവിൻ്റെ റസൂൽ വിതരണം ചെയ്തു. അതാരിലൊക്കെ പോയി എന്നുള്ളത് അടുത്ത ആയത്തിൽ നമുക്ക് കാണാം. അതും അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. അപ്പോൾ ഇതെല്ലാം ബനൂ നളീർ ഗോത്രത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതാണ്. അവിടെ റിക്കാബിനെ, ഇബിലിനെ, ഖൈലിനെ ഒന്നും തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. മറിച്ച് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അള്ളാഹു ചിലപ്പോൾ വലാകിൻ അല്ലാഹ യുസല്ലിതു റസൂലഹു അലാ മൻ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ മേൽ, പ്രവാചകന്മാർക്ക് അധികാരവും അധീശത്വവും നൽകുന്നു. അതാണ് 6-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മാ അഫാ അല്ലാഹു അലാ റസൂലിഹി മിൻ അഹ്ലിൽ ഖുറാ. ഏതൊന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫൈ ആയി വ്യത്യസ്ത നാടുകളിൽ നിന്ന് നൽകുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഇത് ബനൂ നളീർ ഗോത്രത്തിലേക്ക് മാത്രമല്ല, മിൻ അഹ്ലിൽ ഖുറാ, ഏത് പട്ടണക്കാരിൽ നിന്നും ഇതേപോലെ സമാനമായത് സംഭവിച്ചാൽ ആ ഫൈൻ്റെ സ്വത്ത് ആർക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫലില്ലാഹ്, അത് അള്ളാഹുവിനുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കുറച്ച് അള്ളാഹുവിന് കൊടുക്കണം എന്നാണോ? അല്ല, പറയാം ഫലില്ലാഹി, അത് അള്ളാഹുവിനുള്ളതാണ്. വലിർ റസൂലി, പ്രവാചകനുള്ളതാണ്. വലിദിൽ ഖുർബ, നബിയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കുള്ളതാണ്. പിന്നെ വലിയ യഥാമ, അനാഥകൾക്കുള്ളതാണ്. വൽ മസാക്കീനി, മിസ്കീനുകൾക്കുള്ളതാണ്. വബിനി സബീലി, വഴിപോക്കരായ വഴിമുട്ടിയ ആളുകൾക്കുള്ളതാണ്. എന്തിനാണ് അള്ളാഹു അങ്ങനെ നിശ്ചയിച്ചത്? കൈ ലാ യകൂന, അതാവാതിരിക്കാൻ. കൈ ലാ യകൂന, അതാവാതിരിക്കാൻ. ഏത്? സ്വത്ത്, മാൽ, ധനമാവാതിരിക്കാൻ. ദൂലതൻ, ചുറ്റിത്തിരിയുന്നത്, കറങ്ങുന്നത്. ദൂല ഇസ്മാണ്. ദൂലതൻ അഥവാ ദാല യദൂലു ദൗലതൻ, ആ വാക്കിൽ നിന്ന് വന്നതാണ്. ദാല യദൂലു എന്ന് പറഞ്ഞാൽ ദാറ യദൂറു, കറങ്ങിക്കൊണ്ടിരിക്കുക.
ദൂലത്ത് എന്ന് പറഞ്ഞാൽ കറങ്ങുന്നത്. കൈല യക്കൂന ദൂലത്തൻ, അതങ്ങനെ കറങ്ങുന്നതാവരുത്. എവിടെ? ബൈനൽ അഗ്നിയ ഇമിൻകും, നിങ്ങളുടെ കൂട്ടത്തിലെ പണക്കാർക്കിടയിൽ മാത്രം. പണം പണക്കാരുടെ കയ്യിൽ മാത്രം ഉണ്ടാകുന്നൊരവസ്ഥ ഉണ്ടാവരുത്. ഖനിയിൻ്റെ ജംആണ് അഗ്നിയ. വമാ ആതാകുമുർ റസൂലു ഫഖുദൂ, പ്രവാചകൻ എന്താണോ നിങ്ങൾക്ക് കൊണ്ടുവന്ന് നൽകുന്നത് അത് നിങ്ങൾ എടുക്കണം, സ്വീകരിക്കണം. ആറ്റ യുതി ഈതാൻ വമാ ആതാകുമുർ റസൂലു, അള്ളാഹുവിൻ്റെ റസൂൽ എന്താണോ നിങ്ങൾക്ക് നൽകുന്നത് ഫഖുദൂ, അഖദ യഖുദു അഖദൻ ഖുദ് ഫഖുദൂ, അത് നിങ്ങൾ സ്വീകരിക്കുക. വമാ നഹാകും അൻഹു ഫൻതഹു, പ്രവാചകൻ എന്താണോ വിലക്കുന്നത് നിങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുക. നഹാ യൻഹ നഹിയൻ. വമാ നഹാകും അൻഹു ഫൻതഹു ഇൻതഹ യൻതഹി ഇൻതിഹാഅൻ, നിങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുക. ഫൻതഹു വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണം, സൂക്ഷിക്കണം. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അല്ലാഹു സുബ്ഹാനഹു തആല കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു. അവൾ നേരത്തെ പറഞ്ഞതുപോലെ ഈത്തപ്പനയിൽ നിന്ന് ചിലത് മുറിച്ചു, ചിലത് മുറിച്ചില്ല. അതിലേതെങ്കിലും നിലക്കുള്ള മുറുമുറുപ്പ് വേണ്ട, ഫബീദിനില്ല, അത് അള്ളാഹുവിൻ്റെ പെർമിഷനോട് കൂടിയാണ്. അതേപോലെ തന്നെ ഫൈഇൻ്റെ സ്വത്ത് വന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് തനിക്ക് തൻ്റെ ഒരു വർഷത്തെ ചിലവിന്, ചില ഹദീസുകളിലുള്ളത് തൻ്റെയും തൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെയും ഒരു വർഷത്തെ ചിലവിലേക്ക് മാറ്റിവെച്ചു. പിന്നെ മുഹാജിറുകൾക്കിടയിലുള്ള നേരത്തെ പറഞ്ഞ യത്തീമുകൾ, മിസ്കീനുകൾ, അതേപോലെ തന്നെ വഴിപോക്കരായ ആളുകൾ, യാത്ര ചെയ്ത് ധനം നഷ്ടപ്പെട്ടവർക്കാണ് ഇബ്നു സബീൽ എന്ന് പറയുന്നത്. അവർ നാട്ടിൽ പണക്കാരാണെങ്കിലും യാത്ര ചെയ്തെത്തിയ സ്ഥലത്ത് കയ്യിൽ പണമില്ലെങ്കിൽ അവർ സക്കാത്തിന് പോലും അർഹരാണ്. ഒരാളൊരു സ്ഥലത്ത് വന്നിട്ട് പറയുകയാണ്, എൻ്റെ കയ്യിൽ പണമുണ്ട്, നാട്ടിലുണ്ട്, പക്ഷെ ഇവിടുന്ന് എൻ്റെ പൈസയും പേഴ്സും ബാഗും ഒക്കെ നഷ്ടപ്പെട്ടു പോയി, സഹായിക്കണം. ബൈത്തുൽ മാലിൽ നിന്ന് സക്കാത്തിൽ നിന്ന് തന്നെ അവർക്ക് കൊടുക്കാം എന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്കാണത് വിതരണം ചെയ്യേണ്ടത്. അത് അള്ളാഹുവിൻ്റെ ഓർഡർ പ്രകാരമാണ്. അപ്പോൾ ഗനീമത്ത് സ്വത്തിൽ നിന്ന് കൊടുക്കുന്നത് പോലെ വിഭജിച്ച് കൊടുക്കേണ്ടതില്ല. ഇത് രണ്ടും രണ്ടാണ്. ഒന്ന് യുദ്ധം ചെയ്തു ലഭിക്കുന്നതാണ്, മറ്റൊന്ന് യുദ്ധമില്ലാതെ കിട്ടുന്നതാണ്. യുദ്ധമില്ലാതെ കിട്ടുന്നതിൽ അതിൻ്റെ തസറുഫിൻ്റെ അധികാരം അള്ളാഹു ആർക്ക് മാത്രമാണ് നൽകിയിട്ടുള്ളത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞത്, മാ അഫാ അല്ലാഹു അലാ റസൂലിഹി മിൻ അഹ്ലിൽ ഖുറ, ഏതൊരു പട്ടണത്തിൽ നിന്നും ഫൈ ആയി പ്രവാചകന് അള്ളാഹു കൊടുക്കുന്ന ധനം ഫലില്ലാഹി, അത് അള്ളാഹുവിനുള്ളതാകുന്നു എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കൂട്ടത്തിൽ ഒരു ഓഹരി അള്ളാഹുവിനും വേണം എന്നുള്ള അർത്ഥത്തിലാണോ? അല്ല. രണ്ട് തഫ്സീറാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അതിലൊന്നാമത്തെ തഫ്സീർ ഫലില്ലാഹ് എന്ന് പറഞ്ഞാൽ ധനം മുഴുവൻ അള്ളാഹുവിൻ്റെതാണ്. ലില്ലാഹി മാഫിസ് സമാവാത്തി വമാഫിൽ അർദ് വലില്ലാഹി മീറാസു സമാവാത്തി വൽ അർദ് ലഹു മഖാലീദു സമാവാത്തി വൽ അർദ് എന്ന് പറഞ്ഞതുപോലെയാണത്. ഈ ധനം മുഴുവൻ ആർക്കുള്ളതാണ്? അള്ളാഹുവിൻ്റെതാണ്. അപ്പോൾ അള്ളാഹു പറയുന്നത് പോലെയാണ് അത് ചെലവഴിക്കേണ്ടത്. ആ അർത്ഥത്തിലാണ് അള്ളാഹുവിനുള്ളതാണ് എന്ന് പറഞ്ഞത്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അതുകൊണ്ടുള്ള ഉദ്ദേശം ഈ പറഞ്ഞ ആളുകൾക്ക് നൽകുന്നതിന് പുറമെ അതിലൊരു ഓഹരി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇനി വരുന്ന യുദ്ധങ്ങൾക്കും മറ്റും ചെലവഴിക്കാൻ വേണ്ടി മാറ്റിവെക്കേണ്ടതാണ്. എന്നാൽ ആദ്യം പറഞ്ഞതാണ് കൂടുതൽ റാജിഹായത്, ശരിയായിട്ടുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റ് യുദ്ധങ്ങളിലേക്ക് അത് മാറ്റിവെച്ചതായി നമുക്ക് തെളിവ് കാണുകയില്ല. മറിച്ച് ഈ പറഞ്ഞവർക്കിടയിലേ റസൂൽ വിതരണം ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ പറയുന്നത് ആദ്യം പറഞ്ഞതാണ് ശരിയായ അഭിപ്രായം. അഥവാ സ്വത്ത് മുഴുവൻ അള്ളാഹുവിനുള്ളതാണ്. അള്ളാഹു പറഞ്ഞതുപോലെ ചെലവഴിക്കൂ. അള്ളാഹു പറഞ്ഞതുപോലെ വ അൻഫിഖൂ മിമ്മാ ജഅലക്കും മുസ്തഖ്ലഫീന ഫീ, അള്ളാഹു നിങ്ങളെ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചത് അവൻ പറഞ്ഞ രൂപത്തിൽ ചെലവഴിക്കൂ. അതാണ് ഇവിടെ ഉദ്ദേശം. ഫലില്ലാഹി വലിർ റസൂലി, അതേപോലെ തന്നെ അത് റസൂലുള്ളാഹ്ക്കുള്ളതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിനുള്ളതാണ്. അപ്പോൾ റസൂൽ എന്താണോ അതിൽ കാണുന്നത് അതുപോലെയാണ് ചെലവഴിക്കേണ്ടത്. റസൂലിന് ഇഷ്ടമുള്ളതുപോലെ ചെലവഴിക്കാം. വലിദിൽ ഖുർബ, ഏറ്റവും അടുത്ത കുടുംബക്കാർക്കുള്ളതാണ്. അപ്പോൾ ഇവിടെ നബിക്ക് മാത്രമുള്ളതാവുമ്പോൾ പിന്നെ അവിടെ കുടുംബക്കാർ എന്ന് പറഞ്ഞാൽ അതാരായി? നബിയുടെ കുടുംബക്കാരാണ്. കാരണം നബിക്കോ നബി കുടുംബത്തിനോ നബിയുടെ ഏറ്റവും അടുത്ത കുടുംബത്തിന് സക്കാത്തിൽ നിന്നും സദഖയിൽ നിന്നും നൽകാൻ പാടില്ല. അവർക്ക് സക്കാത്തും സദഖയും സ്വീകരിക്കാൻ പാടില്ലാത്തതാണ്. കൊടുക്കാനും പാടില്ല, വാങ്ങാനും പാടില്ല, സദഖയും സക്കാത്തും. അപ്പോൾ പിന്നെ പ്രവാചകന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിലുള്ള മാർഗങ്ങളാണ്
പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് പ്രവാചകൻ്റെ കുടുംബത്തിനുള്ളതാണ്. അതുകൊണ്ടാണ് ചില റിവായത്തിൽ വന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഒരു വർഷത്തേക്കുള്ള ചിലവിന്, അതേപോലെ തന്നെ തൻ്റെ ഏറ്റവും അടുത്ത കുടുംബക്കാർക്ക്, സദക്ക വാങ്ങാൻ പാടില്ലാത്ത കുടുംബക്കാർക്കിടയിൽ അതിനെ വിതരണം ചെയ്തു. വലിദിൽ ഖുർബ. പിന്നെ പ്രവാചകൻ അത് കണ്ടത് നബിക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ചിലവഴിക്കാമല്ലോ. വൽ യഥാമ, അനാഥകളെ പരിഗണിച്ചു. യുദ്ധത്തിൽ ഉപ്പമാർ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ ഉപ്പമാർ മരിച്ചുപോയ മദീനയിലുണ്ടായിരുന്ന അനാഥകളെ പ്രത്യേകം നോട്ട് ചെയ്ത് അവർക്ക് നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ പറയുന്നൊരു വിഷയം, അനാഥകളുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം. എന്താണ് നിങ്ങൾ അനാഥകളെ ആദരിക്കാത്തത് എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. പലരും അവഗണിച്ചു പോയ, മുസ്ലിമീങ്ങൾ അവഗണിച്ചു പോയൊരു വിഷയമാണത്. പലപ്പോഴും അത് യതീംഖാനകളിലും മറ്റുമൊക്കെയായി അങ്ങനെ പോവട്ടെ എന്നതിനപ്പുറത്ത് നമ്മൾ ഫക്കീറിനെ നോക്കി സക്കാത്ത് കൊടുക്കുന്നുണ്ട്, സദക്ക കൊടുക്കുന്നുണ്ട്, മിസ്കീനുകളെ നോക്കുന്നുണ്ട്. അനാഥ സംരക്ഷണം എന്നത് പലരുടെയും മനസ്സിലേക്ക് ഇറങ്ങിയിട്ടില്ല. ബാക്കിയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു വീട്ടിൽ അവിടുത്തെ ഉപ്പ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു കുട്ടിയും ആ ഉപ്പയും ആ കുടുംബവും തമ്മിലുള്ളൊരു അറ്റാച്ച്മെൻറ്റ് വളരെ വലുതായിരിക്കും. അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ആ വാപ്പയുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കുക, നാം മരണപ്പെട്ടാൽ നമ്മുടെ മക്കളുടെ അവസ്ഥ എന്തായിരിക്കും? ഇന്നലെ വരെ അവരെങ്ങനെയാണ് ജീവിച്ചത്? നാളെ അവരുടെ അവസ്ഥ എന്തായിരിക്കും? ഈ ചിന്ത നിങ്ങൾക്ക് വേണമെന്നാണ് സൂറത്തു നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഒറ്റക്കാക്കി പോകുന്നതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അതുപോലെയാണ് മറ്റുള്ളവരുടെ കാര്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾ അനന്തരാവകാശ സ്വത്ത് വിഭജിക്കുമ്പോൾ പോലും അവിടെ ഏതെങ്കിലും യത്തീം കുട്ടികൾ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നാണ്. അപ്പോൾ അവരെ പരിഗണിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ പിന്നെ പരിഗണിച്ചത് യത്തീമുകളെയാണ്. മറ്റൊരു വിഷയമാണ്. വൽ യതാമ വൽ മസാക്കീൻ. മിസ്കീനുകൾക്ക്, പാവങ്ങളുണ്ടാകും. വരവും ചെലവും ഒത്തുപോകാത്തവർക്കാണ് മിസ്കീൻ എന്ന് പറയാം. തീരെ ഇല്ലാത്തവർ ഫക്കീറുകളാണ്. നേരെ ഓപ്പോസിറ്റും പറഞ്ഞവരുണ്ട്. മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഫക്കീർ എന്ന് പറഞ്ഞാൽ കുറച്ചുണ്ട് പക്ഷേ തികയൂല. കൂടുതലും പറഞ്ഞ അഭിപ്രായം മിസ്കീൻ എന്ന് പറഞ്ഞാൽ വരവുണ്ട് പക്ഷേ ചെലവിനൊത്ത വരവില്ല. ഫക്കീർ എന്ന് പറഞ്ഞാൽ തീരെ ഒന്നുമില്ലാത്ത ആൾ. അവരൊക്കെ പ്രവാചകൻ പരിഗണിച്ചു. വബ്നി സബീൽ, അതിൽ നിന്ന് ഇബ്നു സബീലിന്, വഴിയുടെ മകൻ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്ത് പാപ്പരായിപ്പോയവൻ, അവർക്ക് കൊടുക്കണം. എന്തിനാണത്? കൈല യകൂന ദൂലതൻ ബൈനൽ അഗ്നിയാഇ മിൻകും. ഇസ്ലാമിലെ സുപ്രധാനമായൊരു തത്വമാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഏറ്റവും ശക്തമായി നിലകൊള്ളുന്നതാണ്. ഇത് കറക്റ്റ് മനസ്സിലാക്കാത്തവരാണ് സോഷ്യലിസത്തിൻ്റെയും മറ്റു കാര്യങ്ങളുടെയും പിന്നാലെ പോകുന്നത്. സോഷ്യലിസവും സോഷ്യലിസ്റ്റ് ചിന്തകളുമൊക്കെ വരുന്നതിന് മുമ്പ് ഇസ്ലാം മുന്നോട്ട് വെച്ച ആശയമാണത്. പണം ഒരാളുടെ കയ്യിൽ മാത്രം നിന്നാൽ പോരാ, സമൂഹത്തിലേക്ക് ഇറങ്ങണം പൈസ. അതുകൊണ്ടാണ് സക്കാത്ത് കൊടുക്കണം, കൻസുകൾക്ക് സക്കാത്ത് കൊടുക്കണം. 100 പവൻ സ്വർണം എന്നും 100 പവൻ സ്വർണ്ണമായി അങ്ങനെ കിടക്കുന്നത് ഇസ്ലാം ഇഷ്ടപ്പെടുന്നില്ല. 2.5% സക്കാത്ത് കൊടുക്കണം. അപ്പോൾ അടുത്ത വർഷവും വീണ്ടും ഉണ്ടെങ്കിലോ വീണ്ടും കൊടുക്കണം. അടുത്ത വർഷം, കഴിഞ്ഞ വർഷം കൊടുത്തതാണ് ഈ 100-ൽ നിന്ന്, പറഞ്ഞാൽ പറ്റില്ല. പിന്നെ എന്തിനാണ് ആ 100 ഇങ്ങനെ വെച്ചത്? കൊടുക്കൂ. ധനം അങ്ങനെ കെട്ടിപ്പൂട്ടി നിൽക്കേണ്ടതല്ല, സമൂഹത്തിലേക്ക് ഇറങ്ങണം. അപ്പോഴേ അതിൽ വർധനവുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഖുദു മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. അവരിൽ നിന്ന് സക്കാത്ത് പിടിച്ചെടുക്കണം, അതവരെ ശുദ്ധീകരിക്കും. അതിലൂടെ അവർക്ക് ഡെവലപ്മെൻ്റ് ഉണ്ടാകും. സമൂഹത്തിലേക്ക് പൈസ ഇറങ്ങുമ്പോൾ വർധനവുണ്ടാകും. പണക്കാരൻ്റെ കയ്യിൽ മാത്രം പണം ഉണ്ടായിട്ട് കാര്യമില്ല. സാധാരണക്കാരനിലേക്ക് പണം എത്തുമ്പോൾ അയാൾ പർച്ചേസ് ചെയ്യും. അയാൾക്ക് പൈസ കിട്ടിയാൽ അയാൾ പർച്ചേസ് ചെയ്യും. ആ പർച്ചേസ് ചെയ്താൽ അത് വീണ്ടും എല്ലാവരിലേക്കും തന്നെയാണത് മടങ്ങി വരുന്നത്. അതുകൊണ്ട് പണം ഒരിടത്ത് തന്നെ നിൽക്കരുത്. അപ്പോൾ ഗനീമത്ത് സ്വത്തിൻ്റെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, അധികവും അത് വിഭജിക്കപ്പെടുമ്പോൾ യുദ്ധത്തിൽ പലപ്പോഴും പങ്കെടുക്കുക കഴിവുള്ളവരായിരിക്കും. കാരണം ആയുധം വാങ്ങാൻ കഴിവ് വേണം. ആയുധം വാങ്ങാൻ കഴിവില്ലാത്തവരൊക്കെ റസൂൽ മടക്കി പറഞ്ഞയച്ചു. അപ്പോഴാണ് അവർ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഉഹദ് യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റാതെ. കാരണം എന്താണ്? യുദ്ധത്തിന് വന്നാൽ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്? ആയുധങ്ങളൊന്നുമില്ലെങ്കിൽ എൻ്റെ കയ്യിലും ആയുധമൊന്നും നിങ്ങൾക്ക് തരാനില്ല. ചിലർക്ക് ഒട്ടകം ഉണ്ടാവില്ല, ചിലർക്ക് കുതിര ഉണ്ടാവില്ല. എന്നാൽ പൈസക്കാരായ ആളുകൾ അവരുടെ അടുത്ത് ഒരുപാട് ഒട്ടകം ഉണ്ടാവും, കുതിര ഉണ്ടാവും. ഇതൊക്കെ അവർ യുദ്ധത്തിൽ ഇറക്കും. അങ്ങനെ ഇറക്കിയാൽ ഗനീമത്ത് സ്വത്ത് കിട്ടുമ്പോൾ അവർക്ക് ഇരട്ടി കിട്ടും. കാരണം അവരാണ് കൂടുതൽ ഇറക്കിയത്. അപ്പോൾ ഗനീമത്ത് സ്വത്ത് പോലും പലപ്പോഴും
കൂടുതൽ അവർക്കാണ് ലഭിക്കുക. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ നിലനിൽക്കാൻ പാടില്ല എന്ന് ഇസ്ലാം പറയുന്നു. എന്നാൽ അത് അവരുടെ അവകാശമാണ്. അവരുടെ അവകാശം ഇസ്ലാം തടയാതെ മറ്റൊരു വഴിയാണ് അള്ളാഹു നിശ്ചയിച്ചത്. അതെന്താണ്? സ്വത്ത് എന്ന് പറഞ്ഞ മറ്റൊരു ഭാഗമുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകി പാവങ്ങൾക്കിടയിൽ വിതരണം ചെയ്യാൻ പറഞ്ഞു. അവർ യുദ്ധത്തിൽ പങ്കെടുത്താലും ശരി, ഇല്ലെങ്കിലും ശരി. ഇനി യുദ്ധത്തിൽ പങ്കെടുത്ത പാവങ്ങളാണെങ്കിലും ശരി, പാവങ്ങളെ നോക്കി, ആവശ്യക്കാരെ നോക്കി ചെലവഴിച്ചിട്ട് ജനങ്ങൾക്കിടയിൽ ആ സാമ്പത്തിക വിഷയത്തിൽ ഒരു തുല്യത ഉണ്ടാക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതാണ് കൈലാ യകൂന ദൂലതൻ ബൈനൽ അഗ്നിയാഇ മിൻകും. പണക്കാർക്കിടയിൽ മാത്രം കറങ്ങുന്നൊരവസ്ഥ പണത്തിനുണ്ടാവരുത്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. അള്ളാഹുവിൻ്റെ റസൂൽ എന്തൊന്ന് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കണം. അത് നബിയുടെ വാക്കുകളാകട്ടെ, നബിയുടെ പ്രവൃത്തിയാകട്ടെ, നബിയുടെ ചര്യകളാകട്ടെ, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ നൽകുന്ന ധനമാകട്ടെ, എല്ലാം അതിൽപ്പെടും. വമാ ആതാകുമുർ റസൂൽ ഫഖുദൂ. റസൂൽ എന്താണോ നൽകുന്നത് അത് സ്വീകരിച്ചോളി. വമാ നഹാകും അൻഹു ഫൻതഹു. അള്ളാഹുവിൻ്റെ റസൂൽ ഹറാമാക്കിയതിൽ നിന്ന്, വിലക്കിയതിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണം. അത് ഖുർആനിൽ ഇല്ലല്ലോ എന്ന് പറയരുത്. മറിച്ച് റസൂൽ വിലക്കിയാൽ അള്ളാഹു വിലക്കിയതുപോലെയാണ്. അത് വഹീൻ്റെ അടിസ്ഥാനത്തിലാണ്. വമാ നഹാകും അൻഹു ഫൻതഹു വത്തഖുല്ലാഹ്. എല്ലാവരും അള്ളാഹുവിനെ ഭയപ്പെടണം, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ പാലിക്കണം, റസൂൽ കൊണ്ടുവന്നത് സ്വീകരിക്കണം. നബിയെ ചോദ്യം ചെയ്യരുത്, ഇസ്ലാമിക നിയമങ്ങളെ അവർ ചോദ്യം ചെയ്യരുത്. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നിയമങ്ങളെ തെറ്റിക്കുന്നവരെ കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അള്ളാഹുവിനും റസൂലിനും എതിര് നിൽക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനമായി ശിക്ഷിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ ബോധ്യപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ അമലാക്കുകയും ചെയ്യുന്ന ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.